കാലവർഷം ശക്തിപ്പെട്ടതോടെ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളം നിറഞ്ഞ് ഗതാഗതക്കുരുക്കുകൾ രൂപപ്പെട്ടു. കെഎസ്ആർടിസി സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞു. ഇതൊരു ചെറിയ റോഡല്ല. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ ഒബ്രോൺ ആണ്, ഇതിലെ അപ്പുറത്ത് പോയാൽ ലുലു ആണ്. ഇതിലെ കൂടെ ബസ്സും ചില സമയത്ത് പോകാറുണ്ട്, രണ്ട് സൈഡിലെ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ. അപ്പം ഡെഫിനറ്റ്ലി ഇത്രയും വെള്ളം വരുന്ന ഉടനെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്ത് ചെയ്യാനാ? ഇവിടെ മിക്ക തോടുകളും കഴിയേറിയിട്ട് 1.5 മീറ്റർ വീതിയുള്ള തോടുകൾ 60 സെന്റിമീറ്റർ വെച്ച് കെട്ടിടച്ചേക്കാൻ മിക്ക വീട്ടുകാർ. വെള്ളപ്പൊക്കമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഓടയൊക്കെ ഇടങ്ങേറാ, അവിടെ ക്ലീനിങ് നടക്കണില്ല. മൊത്തം മീൻ ഈ റോട്ടിൽ നിന്ന് പിടിക്കാം വെള്ളക്കെട്ട്. ഇവിടെ റോഡ് മര്യാദയ്ക്ക് നന്നാക്കിയിട്ടില്ല. റോഡ് നന്നാക്കിയെങ്കിലും ഇപ്പോൾ ഈ സ്ലാബൊക്കെ മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല. സ്ലാബ് മര്യാദയ്ക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഈ കാല് വെച്ചത് ഞാൻ നേരത്തെ കാനയിലുള്ളത് നേരെ ചരിഞ്ഞ് അവിടെ വണ്ടി പോക്കി ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തേണ്. എങ്ങനെയോ ഞാൻ 79 KV ഗിരിനഗറിൽ പഠിച്ച കാലം തൊട്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ മഴ വരുമ്പോൾ ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നതുണ്ട്. അതും ഇന്ന് ഇയേഴ്സ് 40 കൂടുതൽ ആയി കഴിഞ്ഞു. എന്നിട്ടും കൂടെ ഇതിന് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളവും കൂടെ ഈ റോഡിലും അല്ലാതെ പബ്ലിക് പ്ലേസസിലും ഒക്കെ വരുമ്പോഴത്തേക്കിന് എന്തുമാത്രം രോഗങ്ങൾ അതിൽ സൃഷ്ടിക്കാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്യാമറ പേഴ്സൺ ഉമർ ഗുൽമോഹറിനൊപ്പം ന്യൂസ് 8 മീഡിയ 1 കൊച്ചി.